നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാരിയമ്മൻ കോവിലിൽ നിന്ന് നിറമാലയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ 41 ദിവസം ഡെയിലി വൈകിട്ട് പൂജ ഉണ്ടാവും. കടല പൂജ അല്ലെങ്കിൽ പച്ചമാവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പം ഇന്ന് നിറമാലയാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ ഇട്ട കോലാണ് കേട്ടോ ഇത്. രാവിലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ പൂജ ഉണ്ടാവും, പായസ പൂജയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഇട്ട കോലാണ്. അപ്പം ഞാൻ പോകുമ്പോഴേക്കും തന്നെ ആൻവിക്കുട്ടനും അനുക്കുട്ടിയൊക്കെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ ഉള്ളിൽ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ അച്ഛനാണ് അവിടെ പൂജ കഴിക്കുന്ന ആൾ. അപ്പോൾ അച്ഛനവിടെ പച്ചമാവിനുള്ളത് എന്തൊക്കെയോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിറമാല ആയതുകൊണ്ട് തന്നെ ചുറ്റും വിളക്ക് വയ്ക്കും, ചുറ്റുവിളക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചുറ്റും എണ്ണയിട്ടിട്ട് തിരിയിട്ടിട്ട് എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചുറ്റുമുള്ള വിളക്കുകൾ. അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് തിരിയിട്ടിട്ട് അമ്മ വന്നിട്ട് തിരിയിട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിക്കണം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡാണ് കാണുന്നത്. ഇനി ബാക്ക് വശം പിന്നെ അപ്പുറത്തൊരു സൈഡുണ്ട്, അവിടെയും കൂടെ ഇടാനുണ്ട് കേട്ടോ. അത് അമ്മ കുറച്ച് തിരിയൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണയൊക്കെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനും മനുക്കൂട്ടിയും കൂടിയാണ് എണ്ണയൊക്കെ ഒഴിച്ചത്. താഴെയുള്ള വിളക്കുകളിലേക്ക് അവൾ എണ്ണ ഒഴിച്ചു. അപ്പോൾ മുകളിൽ അവൾക്ക് എത്തില്ല, അതുകൊണ്ട് മുകളിൽ ഞാനും വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കിത് രാവിലത്തെ അവിലാണ്. വെക്കാം ഇല നേരെ വെക്കാൻ കുട്ടാ. അവിലിട്ട് തരാം, ഇല നേരെ വെക്കിട്ടോ. നോക്കട്ടെ, മിടുക്കൻ. അമ്മ ഇട്ട് തരട്ടെ? ഇത് വേണ്ട കേട്ടോ, അവിലിട്ട് തരട്ടെ? കൊട്ടിക്കളിയേ ഇത്ര മതിയോ? മതിയോ? എന്നാ കഴിച്ചു. അവിടെ ഇരിക്കും, മുകളിലിരുന്നോ. നീക്കി വെച്ചിട്ട് കഴിച്ചോട്ടോ. അവില് ഇഷ്ടമുണ്ടോ? നന്നായിട്ടുണ്ടോ? ഇങ്ങനെ നോക്ക്, സൂപ്പറാണോ? കാണിക്ക്. ഓക്കെ, കഴിച്ചോട്ടോ. അങ്ങനെ അവന് അവിലൊക്കെ കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഞാനും അവളും കൂടി വിളക്കിലേക്ക് എണ്ണ ഒഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ താഴെയുള്ള വിളക്കിലൊക്കെ അവൾ ഒഴിച്ചൊഴിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്നും കളയാതെ സൂക്ഷിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ഒരു സൈഡിലൊക്കെ ഒഴിച്ചു. ഇനി ബാക്ക് വശവും അപ്പുറത്തെ സൈഡും കൂടി ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 6:30 ആകുമ്പോഴാണ് പൂജയ്ക്കുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പൂജയ്ക്ക് സമയമാവും കേട്ടോ. അപ്പോൾ ഇത് മുമ്പിലുള്ള കൽവിളക്കാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിലും വിളക്ക് തിരിയിട്ടിട്ട് അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഒരു പൂജക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ചുറ്റും വിളക്ക് കത്തിക്കണം, ഇതും കത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വിളക്ക് വെച്ചിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ പൂജയ്ക്ക് പോകുമ്പോഴേക്കും തന്നെ ആൾക്കാർ ചുറ്റുമുള്ള വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിറമാല ആയതുകൊണ്ട് ഉള്ളിലൊക്കെ പൂവും കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുറ്റുമുള്ള വിളക്കൊക്കെ കത്തിച്ചു. ഇതാണ് പൂമാല, ഓരോ സൈഡിലായിട്ട് പൂമാലകൾ കെട്ടിയിട്ടുണ്ടാവും. ഇത് ചുറ്റും കെട്ടും കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ പോകുമ്പോൾ പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പൂജ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുകളും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മാരിയമ്മയാണ് കേട്ടോ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാരിയമ്മയാണ്. ഇപ്പോൾ മാരിയമ്മൻ കോവിലാണല്ലോ, മാരിയമ്മയാണ്. അപ്പോൾ ഇത് പുറത്തുള്ള കൽവിളക്കാണ്, അതും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദമൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. ഇത് നിറമാല ആയതുകൊണ്ട് തന്നെ ചെറുപയറിൻ്റെ പുഴുക്കും അതുപോലെ തന്നെ പായസവും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ പായസം അത് കിട്ടി, അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പുഴുക്കും കിട്ടി. പിന്നെ നമുക്ക് പച്ചമാവിൻ്റെ പൂജ ഉണ്ടായിരുന്നതുകൊണ്ട് ആ പ്രസാദം ഉണ്ടായിരുന്നു. തേങ്ങ, പിന്നെ അതുപോലെ തന്നെ പഴം, പച്ചമാവ് അതുണ്ടായിരുന്നു. പിന്നെ അപ്പവും ഉണ്ണിയപ്പവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ.